ഹസൻ ബസ്രി തങ്ങൾ പറയുന്നു, ഒരു മനുഷ്യന്റെ മനസ്സ് കേടുവരാൻ മുതവല്ലിദും മിൻ സിത്തത്തി അശ്യാ, 6 കാര്യങ്ങളാലാണ് മനുഷ്യന്റെ മനസ്സ് കേടുവരിക എന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട മഹാനായ ഹസൻ ബസ്രി തങ്ങൾ പറയുന്നു. യുദ്നിബൂന ബിറജാഇ തൗബ, ഒന്നാമത്തത് തെറ്റുകളൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്, തെറ്റ് ചെയ്യുന്നതിനൊരു മടിയുമില്ല, ആരെ മുമ്പിലും എന്നും പറയും, ആരുടെ മുമ്പിലും ഔറത്ത് മറക്കാതെ തുള്ളിച്ചാടും, ആരുടെ മുമ്പിലും അനാവശ്യങ്ങൾ പറയും, എവിടെയും അനാവശ്യങ്ങൾ എഴുതി വെക്കും, ആരോടും എന്തും കാര്യങ്ങൾ തുറന്നു പറയും, ഒരാളെയും പേടിയില്ലാതെ യുദ്നിബൂന ബിറജാഇ തൗബ, പാപങ്ങൾ ചെയ്യുമ്പോഴെല്ലാം അവന്റെ മനസ്സിലുള്ളത് അല്ലാഹു തആല ഗഫാറാണല്ലോ, അല്ലാഹു ഗഫൂറാണല്ലോ, അല്ലാഹു പാപം പൊറുക്കുമല്ലോ, അള്ളാഹിനോട് സങ്കടം പറഞ്ഞ റബ്ബ് തആല കൈവിടൂലല്ലോ, റബ്ബിന്റെ ഭാഗത്തുനിന്ന് കിട്ടുന്ന തൗബയെ പ്രതീക്ഷിച്ചുകൊണ്ട് തെറ്റിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നവൻ അവന്റെ മനസ്സ് കേടുവരാൻ കാരണമാണ് എന്ന് ബഹുമാനപ്പെട്ട ഹസനുൽ ബസ്രി റളിയല്ലാഹു തആല അൻഹു പറയാ. തൗബ കിട്ടുന്നു മനസ്സിലാക്കിയിട്ട് തെറ്റ് ചെയ്തുകൊണ്ട് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഇതാണ് മഹാനവറുകൾ ഒന്ന് പറയുന്നത്. രണ്ടാമത് അവിടെ നിന്ന് പറയുന്നു വയതഅല്ലമൂനൽ ഇൽമ വലാ യഅമലൂന ബിഹി, വയതഅല്ലമൂനൽ ഇൽമ, ഇൽമൊക്കെ ധാരാളം പഠിക്കുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്, വായിക്കുന്നുണ്ട്, വയല് കേൾക്കുന്നുണ്ട്, നസീഹത്ത് കേൾക്കാറുണ്ട്, നസീഹത്ത് പറയാറുണ്ട്, നല്ല നല്ല പുസ്തകങ്ങൾ അവന് വായിക്കാറുണ്ട്, ഈ ധാരാളം അറിവുകൾ അവന് സമ്പാദിക്കുന്നുവെങ്കിലും വലാ യഅമലൂന ബിഹി, ആ പഠിച്ച ഇൽമു കൊണ്ടൊരു അമലും അവൻ ചെയ്യാറേ ഇല്ല. മൻ അലിമ വ അമില, പരിശുദ്ധ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, ദൈനംദിനം പഠിച്ചുകൊണ്ടേയിരിക്കുക, പഠിച്ചതിനനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുക. അങ്ങനെ പഠിച്ചതിനനുസരിച്ച് വിവരത്തിനനുസരിച്ച് കർമ്മങ്ങൾ ചെയ്യാതിരിക്കുക എന്നത് മനസ്സ് കേടുവരുന്നതാണ്. മൂന്നാമത് ബഹുമാനപ്പെട്ട ഹസനുൽ ബസ്രി റളിയല്ലാഹു തആല അൻഹു പറയുന്നു വഇദാ അമിലു ലാ യുഖ്ലിസൂന, കർമ്മങ്ങളൊക്കെ ചെയ്യും, നല്ലതൊക്കെ മൂപ്പര് ചെയ്യാറുണ്ട്, നല്ലതൊക്കെ മൂപ്പത്തിയേര് നിർവഹിക്കാറുണ്ട്, ഖുർആനൊക്കെ ഓതാറുണ്ട്, പള്ളിയിലൊക്കെ ജമാഅത്തിന് പോവാറുണ്ട്, എല്ലാ നല്ല കാര്യത്തിനും സാന്ത്വന പ്രവർത്തനത്തിനും സംഘടനാ പ്രവർത്തനത്തിനും മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തനത്തിനൊക്കെ അവൻ സജീവമാണ്. പക്ഷേ വലാ യുഖ്ലിസൂന, അവരുടെ മനസ്സിൽ ഇഖ്ലാസില്ല, ചെയ്യുന്ന കർമ്മത്തിന് ഇഖ്ലാസില്ലാതിരിക്കുക എന്നത് മനസ്സ് കേടുവരുന്നതാണ്. അല്ലാഹു തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ഹസൻ ബസ്രി തങ്ങൾ പറഞ്ഞ മൂന്നാമത്തെ നാലാമത്തെ കാര്യം വയഅകുലൂന റിസ്ഖ വലാ യശ്കുറൂൻ, അല്ലാഹു സുബ്ഹാനഹു തആല കൊടുക്കുന്ന റിസ്ഖ് അതവൻ കഴിക്കുന്നുണ്ട്, ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്, അല്ലാഹു തആലയുടെ നിഅമത്തുകൾ അവൻ ഉപയോഗപ്പെടുത്തുന്നുണ്ട്, പക്ഷേ വലാ യശ്കുറൂന, അവർ ശുക്ർ രേഖപ്പെടുത്താറില്ല. അല്ലാഹു തആലയുടെ നിഅമത്തിന് പകരം അവർ ശുക്ർ ചെയ്യാറില്ല. വലാ യർളൗന ബിഖിസ്മത്തില്ലാഹ്, മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു തആല അൻഹു പറയാണ്, അല്ലാഹു തആല കൊടുത്തതുകൊണ്ട് തൃപ്തിപ്പെടാൻ അവനെ കൊണ്ട് കഴിയൂല. അല്ലാഹു ഓഹരിച്ച് വെച്ചു കൊടുത്ത സമ്പത്തോ സൗന്ദര്യമോ, അല്ലാഹു തആല ഓഹരി വെച്ചു കൊടുത്ത അധികാരമോ, ഇങ്ങനെ റബ്ബ് തആല ഓഹരി വെച്ചതിനെ തൃപ്തിപ്പെടാതിരിക്കുക എന്നതും മനസ്സ് കേടുവരാൻ കാരണമാണ്. പോരാ വയദ്ഫനൂന മൗതാഹും വലാ യഅ്തബിറൂൻ, ധാരാളം ആളുകളെ അവൻ ഖബർസ്ഥാനിൽ മറവ് ചെയ്ത് കൊണ്ടുവച്ചിട്ടുണ്ട്, ഒരുപാട് മയ്യത്തുകളെ മറവ് അവർ ചെയ്തിട്ടുണ്ട്, പള്ളിക്കാട്ടിലേക്ക് പലരെയും അവർ യാത്രയാക്കിയിട്ടുണ്ട്, ധാരാളം മരണവാർത്തകൾക്ക് അവർ സാക്ഷികളായിട്ടുണ്ട്. പക്ഷേ വലാ യഅ്തബിറൂൻ, ഒരു മരണം കൊണ്ടും അവന് പാഠം പഠിക്കുന്നില്ല, ഒരാളുടെ മരണത്തിൽ നിന്നും അവനെ കുറിച്ച് അവൻ ആലോചിക്കുന്നില്ല.
ഇങ്ങനെ 6 കാര്യങ്ങൾ ബഹുമാനപ്പെട്ട ഹസനുൽ ബസ്രി റളിയല്ലാഹു തആല എന്ന് പറയുമ്പോ, ഓ എൻ്റെ രക്ഷിതാക്കളെ, ഓ എൻ്റെ ഉമ്മമാരെ, ഓ എൻ്റെ ചെറുപ്പക്കാരികളെ, അള്ളാന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസ് കാണാം. യജമാനനായ റബ്ബിനിക്ക് ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടമുള്ള വസ്തു ഏതാണെന്നറിയോ? ഏറ്റവും ഇഷ്ടമുള്ളത് അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുന്ന യുവാക്കളെയും യുവതികളെയുമാണെന്ന് ലോകത്തിന്റെ തിരുദൂതർ നബി മുഹമ്മദുർ റസൂലുള്ളാഹി. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ട തൗബ ചെയ്യുന്ന പാവപ്പെട്ട ചെറുപ്പക്കാരെയും ചെറുപ്പക്കാരികളെയുമാണ്. പ്രായമായ പിന്നെ ഓട്ടോമാറ്റിക് തൗബയുടെ മനസ്സ് വരും. അങ്ങനെ വരാതിരിക്കുക എന്നത് വലിയ അപകടങ്ങളുമാണ്. ബഹുമാനപ്പെട്ട ഇമാമുന സഹാബി റളിയല്ലാഹു തആല എന്ന് പറയുന്നുണ്ട്, ലാ തഅമൻ ദുനൂബക, ഓ എൻ്റെ സുഹൃത്തേ, നിന്റെ തെറ്റിനെ കുറിച്ച് നീ നിർഭയനാകരുത്. ഫഇന്നക ലാ തദ്രി ഹൽ കുഫിറത് അൻക അം ലാ, നീ റബ്ബിനോട് കരയാറുണ്ട്, റബ്ബിലേക്ക് ഖേദിച്ച് മടങ്ങാറുണ്ട്, നീ ഇസ്തിഗ്ഫാർ ധാരാളം ചൊല്ലാറുണ്ട്. പക്ഷേ നിനക്കറിയാവോ, അൽ കുഫിറത്ത് അൻക അം ലാ, നീ ചെയ്ത തെറ്റുകൾ അല്ലാഹു തആല മാപ്പാക്കിയോ ഇല്ലയോ എന്ന് എനിക്കും നിനക്കും അറിയില്ല. അതുകൊണ്ട് നിന്റെ തെറ്റിനെ തൊട്ട് നീ നിർഭയനാകരുത് എന്ന് മഹാനായ ഇമാമുന സഹാബി റളിയല്ലാഹു തആല എന്ന് പറയുകയാണ്. അതുകൊണ്ട് ചെറുതോ വലുതോ ആയി ഏത് തെറ്റുകളായാലും യജമാനനായ റബ്ബിനോട് നിങ്ങൾ തൗബ ചെയ്തുകൊണ്ടേയിരിക്കണോ. ഒരു തെറ്റിനെയും നിങ്ങൾ ചെറുതായി കണ്ടുകൂടാ. ലാ തഹഖിറന്ന മിനസ്സുനൂബി അഖല്ലഹാ ഇന്നൽ ഖലീല ഇലൽ ഖലീലി കസീറു. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹുനൈൻ യുദ്ധത്തിന് പോകുമ്പോൾ, ഹുനൈൻ യുദ്ധത്തിന്റെ മലഞ്ചെരുവിൽ വെച്ച് മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബ, വെള്ളം ചൂടാക്കണം, വെള്ളം ചൂടാക്കണം, അതിന് കുറച്ച് കൊള്ളി വേണം, മരക്കൊള്ളികൾ വേണം. അതുകൊണ്ട് മരക്കൊള്ളി നമുക്ക് എല്ലാവർക്കും പോയിട്ട് ഓരോരോ മരക്കൊള്ളി എടുത്തു കൊണ്ടുവരാന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. മരക്കൊള്ളി തന്നെയല്ലേ ഇവിടെ പറയാ. ഞാനും മലപ്പുറക്കാരനെ നീ അനുസ ആ ഇംഗ്ലീഷിൽ വിറകൊന്നും പറയും. അല്ലാഹു കാകട്ടെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബ, ഞമ്മക്ക് കുറച്ച് അപ്പുറത്ത് പോയിട്ട് ഓരോരുത്തരും ഓരോ വിറകിന്റെ കൊള്ളി, ചെറിയ വിറക് കൊള്ളികൾ പെറുക്കിക്കൊണ്ടുവരണം. മുത്തുനബി തങ്ങൾ പ്രഖ്യാപിക്കലല്ല, കൽപ്പിക്കലല്ല. ഒരു യഥാർത്ഥ നേതാവ്, മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വവും SYSന്റെ നേതൃത്വവും SSFന്റെ നേതൃത്വവും മനസ്സിലാക്കണം. നമ്മുടെ കീഴിലുള്ള, നമ്മളെ യൂണിറ്റിലുള്ള പ്രവർത്തകരുടെ കൂടെ നമ്മൾ ചേർന്ന് നിന്ന് പണിയെടുത്താൽ അതിന് വിജയം കൊള്ളും. ആ സ്ഥാനത്ത് അത് അവിടെ പോയി ചെയ്യ്, ഇതിവിടെ പോയി ചെയ്യ്, ആ നോട്ടീസ് നീ പോയി ഒട്ടിക്ക് എന്നിങ്ങനെ ആ ഒരു എന്തു പറയാ, ഒരു തരം കൽപ്പന സ്വരത്തിൽ പറഞ്ഞാൽ ആരും ഉൾക്കൊള്ളൂല. മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര വലിയ നേതാവാണ്. ആ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ യൂണിറ്റിലുള്ള പ്രവർത്തകരൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വഹാബ, നമുക്ക് എല്ലാവർക്കും കൂടി കുറച്ച് വിറകിന്റെ കൊള്ളികൾ പെറുക്കിയെടുത്തു കൊണ്ടുവരാം. അങ്ങനെ അവരൊക്കെ പോവാണ്. എല്ലാരും പോയി. സ്വഹാബികളെല്ലാം ഓരോരോ വിറകിന്റെ കൊള്ളി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടക്കമുള്ളത് അവരെല്ലാം ഒരുമിച്ച് കൂടി ഒരു സ്ഥലത്ത് കൊണ്ടിട്ടപ്പോ മഹാനായ നബി തങ്ങൾ പറഞ്ഞ്, ചെറിയ ചെറിയ ചില്ലകളാണെങ്കിലും ഇപ്പോൾ അത് വലിയതായി മാറി. ഇതുപോലെയാണ് നിങ്ങളെ ജീവിതത്തിൽ ചെറിയ ചെറിയ തെറ്റുകൾ അലുത് വലുതായി തീരുമെന്ന് ആരംഭ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കത് പഠിപ്പിച്ച് കാണിച്ചു കൊടുക്കുകയാണ്. ഇന്നൽ ഖലീല ഇലൽ ഖലീലി കസീറു. ചെറുതന്നെ വലുതാവല്. ഞമ്മക്കെല്ലാം ഗവൺമെന്റ് ചെറുതായി അത് ചീള് കേസല്ലേ.
അത് സിള്ള കേസല്ലേ? അതിപ്പോൾ ആരാ ചെയ്യാത്തത്? ആരാ പോയി ചെയ്യാത്തത് എന്ന് പറഞ്ഞ് നമുക്കൊക്കെ ചെറുതായി കാണാം. ഇന്നിപ്പോൾ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ മൊത്തത്തിൽ പരിശോധിച്ചാൽ സുബ്ഹാനല്ലാഹി ജല്ല ജലാലു നമ്മുടെ നാട്ടിലുള്ള പെങ്ങന്മാർ, ഉമ്മമാർ, തലയിൽ തട്ടം ധരിച്ചിരിക്കുന്ന ഉമ്മമാർ, ആ ഉമ്മമാർ നടുറോട്ടിലേക്ക് ഇറങ്ങിയിട്ട് താളം തുള്ളുകയാണ്. നമ്മളെ ഈ മഹല്ല് കഴിച്ചിലായത് നോക്കണ്ടങ്ങൾ, ഇവിടുന്ന് അങ്ങോട്ട് പോയ ഒക്കെ മോശം, അല്ലാഹു തആല കാക്കട്ടെ. ഉമ്മമാർക്ക് അതിന് വലിയ വിഷമമുണ്ടോ? ഒരു വിഷമവുമില്ല. സുബ്ഹാനല്ലാഹി ജല്ല ജലാലു. ചില സ്ഥാനാർത്ഥികളൊക്കെ ബസ് വണ്ടിയിൽ ഇങ്ങനെ വരിക, തുറന്നിട്ട വണ്ടിയിൽ ആഹ്ലാദമാണ്, ആഘോഷമാണ്. ഉണ്ടായിക്കോട്ടെ, നല്ല തന്നെയാ. പക്ഷേ ഈ സ്ഥാനാർത്ഥിയെ മുത്തമിട്ട് കൊടുക്കാൻ ആരാ പോകുന്നത്? കൈ കൊടുക്കുന്നത് ആരാണ്? അവർക്ക് ആലിംഗനം ചെയ്യുന്നത് ആരാണ്? ഒരു ബന്ധമില്ലാത്ത ആൾക്കാർ. നമ്മളെ ഇവിടുത്തെ സ്ഥാനാർത്ഥികളൊക്കെ ഉഷാർ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. എന്തെങ്ങൾക്കൊരു ഉഷാറില്ലാത്ത, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു അവർക്ക് നല്ല റാഹത്ത് കൊടുക്കട്ടെ, നല്ല ഭരണം കാഴ്ചവെക്കാനുള്ള തൗഫീഖ് കൊടുക്കട്ടെ. നമ്മളെ റോഡിൻ്റെ പണി മറ്റു പണികളൊക്കെ പെട്ടെന്ന് പൂർത്തിയാക്കാനുള്ള മനസ്സ് അള്ളാഹു തരട്ടെ. നിങ്ങളൊന്ന് ആലോചിച്ച്. എന്നിട്ട് അതിനാർക്കെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല, അതിനൊരു പ്രശ്നമില്ല. കൈ കൊടുക്കാനും പ്രശ്നമില്ല, മുത്തമിട്ട് കൊടുക്കാനും പ്രശ്നമില്ല, ആലിംഗനം നടത്താനും പ്രശ്നമില്ല. ഓ എൻ്റെ മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട ഇമാമുന സഹാബി തങ്ങൾ പറഞ്ഞതുപോലെ ലാ തഹ്കിറന്ന മിനദ്ദുനൂബി അഖല്ലഹാ, നിന്റെ തെറ്റിൽ നിന്ന് ഒരു ചെറിയ തെറ്റിന് പോലും, ഒരു തെറ്റിനെയും നീ ചെറുതായി കണ്ടുകൂടാ. ചെറുദോഷമല്ലേ എന്ന് കരുതിയിട്ട് അതിന് ഈ നെവർമെന്റായി തള്ളാൻ പറ്റൂല. ഇന്നൽ ഖലീല ഇലൽ ഖലീലി കസീറൂ,